ഞാൻ വിളിച്ചതേ ഈ GC നഗറിൽ കറണ്ട് ഇല്ലല്ലോ. GC നഗറാ? അതെ അതെ. സാർ അവിടെ മൊത്തം ഇല്ലല്ലോ, ഒരിടത്തും ഇല്ലല്ലോ അല്ലേ? അപ്പൊ ലോഡ് ഷെഡിങ് ആണോ നിയന്ത്രണമാണോ? 15 മിനിറ്റ്. അത് തന്നെ, ലോഡ് ഷെഡിങ് ആണോ നിയന്ത്രണമാണോ? നിയന്ത്രണം. ആ ശരി ശരി, ഓക്കെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതികഠിനമായ ഉഷ്ണതരംഗത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പകൽ സമയത്ത് വെയിലിൽ നിന്ന് രക്ഷ നേടി രാത്രിയുടെ നേരിയ തണുപ്പിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന സാധാരണക്കാരന് ഇരട്ടടിയാവുകയാണ് സംസ്ഥാനത്ത് വ്യാപകമായിരിക്കുന്ന അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണങ്ങൾ. വൈകുന്നേരങ്ങളിലെയും രാത്രിയിലെയും പീക്ക് സമയങ്ങളിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന പവർ കട്ടുകൾ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലെയും ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കൊടും ചൂടിൽ ഫാനോ എയർ കണ്ടീഷനോ ഇല്ലാതെ ഒരു നിമിഷം പോലും മുറിക്കുള്ളിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പെട്ടെന്ന് വൈദ്യുതി നിലയ്ക്കുന്നത് ജനങ്ങളിൽ കടുത്ത അമർഷവും നിരാശയുമാണ് സൃഷ്ടിക്കുന്നത്. ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് എന്ന് KSEB ഇതിനെ വിളിക്കുന്നില്ലെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗവും ഉൽപ്പാദനത്തിലെ കുറവും തമ്മിലുള്ള അന്തരം സൃഷ്ടിക്കുന്ന ഈ പ്രതിസന്ധി ഒരു സാങ്കേതിക പ്രശ്നം എന്നതിലുപരി കേരളത്തിലെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കുന്ന വലിയൊരു സാമൂഹിക വിഷയമായി മാറിക്കഴിഞ്ഞു. വൈദ്യുതി ബോർഡിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. ചൂട് അസഹനീയമായതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എയർ കണ്ടീഷനുകളുടെ ഉപയോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പല മടങ്ങ് വർദ്ധിച്ചു. രാത്രി 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്താണ് ഭൂരിഭാഗം ആളുകളും AC, കൂളർ, വാട്ടർ പമ്പ് തുടങ്ങിയ വലിയ തോതിൽ വൈദ്യുതി ആവശ്യമുള്ള ഉപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. ഇതോടെ വിതരണ ശൃംഖലയിൽ വലിയ തോതിലുള്ള അമിത ഭാരമുണ്ടാകുന്നു. ഒരു പ്രദേശത്തെ ട്രാൻസ്ഫോമറിന് താങ്ങാൻ കഴിയുന്നതിനുമപ്പുറം വൈദ്യുതി ഒറ്റയടിക്ക് വലിച്ചെടുക്കുമ്പോൾ ആ സംവിധാനം പൂർണ്ണമായും തകരാറിലാവുകയോ കത്തിപ്പോകുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊഴിവാക്കുന്നതിന് വേണ്ടി വിതരണ ശൃംഖലയുടെ സുരക്ഷതയെ മുൻനിർത്തി KSEB നടപ്പിലാക്കുന്ന താൽക്കാലിക ക്രമീകരണമാണ് ലോഡ് റെസ്ട്രിക്ഷൻ. ഒരു പ്രദേശത്തെ ഫീഡർ പരിധിക്ക് പുറത്തേക്ക് പോകുന്ന അവസ്ഥയിൽ സിസ്റ്റം സ്വമേധയായോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാനുവലായോ വൈദ്യുതി വിച്ഛേദിക്കുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ജനങ്ങളെ വലിയ ദുരിതത്തിലാക്കുകയാണ്. ഗ്രിഡ് തകരാറിലാകാനുള്ള മുൻകരുതൽ എന്ന ന്യായീകരണം സാങ്കേതികമായി ശരിയാണെങ്കിലും അത് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ഇതൊരു വലിയ ഇരട്ടടിയാണ്. വൈദ്യുതി നിയന്ത്രണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വീടുകളിലെ കുട്ടികളെയും പ്രായമായവരെയുമാണ്. പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന കടുത്ത ചൂടിന് ശേഷം രാത്രിയിൽ അല്പനേരം സ്വസ്ഥമായി ഉറങ്ങാൻ കൊതിക്കുന്നവർക്ക് ഈ അപ്രഖ്യാപിത പവർ കട്ട് വലിയ പീഡനമാണ് നൽകുന്നത്. ജനലുകൾ തുറന്നിട്ടാൽ പോലും പുറത്തുനിന്ന് അടിച്ചു കയറുന്നത് ഉഷ്ണക്കാറ്റാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പകൽ സമയത്ത് വലിച്ചെടുക്കുന്ന ചൂട് രാത്രിയിലാണ് പുറത്തേക്ക് വിടുന്നത്. അതിനാൽ തന്നെ ഫാനുകളില്ലാതെ മുറിക്കുള്ളിലെ താപനില അസഹനീയമായി ഉയരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ വിയർത്തൊലിച്ചും ചൂട് താങ്ങാനാവാതെയും കരയുന്ന കാഴ്ച ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലെയും സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുന്നത് അവരുടെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ളവർക്കും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്കും ഈ കടുത്ത ചൂടും വായു സഞ്ചാരമില്ലായ്മയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പിറ്റേന്ന് ജോലിക്ക് പോകേണ്ടവർക്ക് രാത്രിയിലെ ഈ ഉറക്കമില്ലായ്മ വലിയ ശാരീരിക ക്ഷീണവും ഉന്മേഷക്കുറവും ഉണ്ടാക്കുന്നു. വൈദ്യുതി പോകുമ്പോൾ വീടിനുള്ളിലെ ചൂട് താങ്ങാനാവാതെ മുറ്റത്തേക്കോ വരാന്തയിലേക്കോ ഇറങ്ങി നിൽക്കാമെന്ന് കരുതിയാൽ അവിടെ കാത്തിരിക്കുന്നത് അതിലും വലിയ അപകടമാണ്. കേരളത്തിൽ ഇപ്പോൾ പാമ്പുകളുടെയും മറ്റ് വിഷജന്തുക്കളുടെയും ശല്യം മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ്. പുറത്തെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാനും ശരീരത്തിലെ താപനില നിലനിർത്താനുമായി ഇഴജന്തുക്കൾ സ്വാഭാവികമായും തണുപ്പുള്ള ഇടങ്ങൾ തേടിയിറങ്ങുന്നു. വീടുകളുടെ തണുത്ത തറകൾ, ബാത്റൂമുകൾ, ചെടിച്ചട്ടികളുടെ അടിഭാഗം, എയർ കണ്ടീഷണറിന്റെ ഔട്ട്ഡോർ യൂണിറ്റുകൾക്ക് സമീപം എന്നിവിടങ്ങളിലേക്കാണ് ഇവ പ്രധാനമായും ചേക്കേറുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ചുറ്റും അന്ധകാരം വ്യാപിക്കുമ്പോൾ ചൂട് സഹിച്ച് മുറിക്കുള്ളിൽ ഇരിക്കാനും കഴിയില്ല, ഇരുട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല എന്ന ഭയാനകമായ അവസ്ഥയിലാണ് ജനങ്ങൾ. മൊബൈൽ ഫോണിന്റെയോ ടോർച്ചിന്റെയോ വെളിച്ചത്തിൽ പുറത്തിറങ്ങുന്നത് പോലും വലിയ അപകട സാധ്യതയാണ്. ഇരുട്ടിൽ പതിയിരിക്കുന്ന പാമ്പുകളെ ചവിട്ടാനും അതുവഴി ജീവഹാനി സംഭവിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലും പറമ്പുകളോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലും ഈ ഭീഷണി വളരെ കൂടുതലാണ്. ഈ അപ്രഖ്യാപിത പവർ കട്ട് കേവലം വിയർപ്പൊഴുക്കുന്ന ഒരു അസൗകര്യം മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഈ പ്രതിസന്ധി പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. നമ്മുടെ വൈദ്യുതി വിതരണ ശൃംഖലയുടെ പരിമിതികളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ജലവൈദ്യുത പദ്ധതികളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന കേരളത്തിന് മഴക്കുറവും അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നതും വലിയ തിരിച്ചടിയാണ്. പുറത്തുനിന്ന് വൈദ്യുതി വിലയ്ക്ക് വാങ്ങി വിതരണം ചെയ്യാമെന്ന് വെച്ചാൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ട്രാൻസ്ഫോമറുകളുടെയും വിതരണ ലൈനുകളുടെയും ശേഷി വളരെ പരിമിതമാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള ആവശ്യകത മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഈ ശൃംഖലയിലേക്ക് ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് പുതിയ എയർ കണ്ടീഷണറുകളുടെയും ഇലക്ട്രിക് വാഹനങ്ങളുടെയും ഭാരം വന്നു വീഴുമ്പോൾ സിസ്റ്റം തകരാറിലാകുന്നു.
ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയോ പുതിയവ സ്ഥാപിക്കുകയോ ചെയ്യാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയില്ല. കാലപ്പഴക്കം ചെന്ന ലൈനുകൾ മാറ്റാനും സിസ്റ്റം ആധുനികവൽക്കരിക്കാനും KSEB നടത്തുന്ന ശ്രമങ്ങൾ ആവശ്യത്തിന് വേഗതയിലല്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. സ്മാർട്ട് മീറ്ററുകളും കൂടുതൽ കാര്യക്ഷമമായ ഗ്രിഡ് മാനേജ്മെന്റ് സിസ്റ്റങ്ങളും നടപ്പിലാക്കുന്നതിലുണ്ടായ കാലതാമസം ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഈ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ബോർഡിന്റെയും പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്ന് കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ്. KSEBയെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണങ്ങൾ അനിവാര്യമാണെങ്കിൽ അത് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാനുള്ള സംവിധാനം ഉടൻ നടപ്പിലാക്കണം. ഏത് പ്രദേശത്ത് ഏത് സമയത്ത് വൈദ്യുതി പോകും എന്ന കൃത്യമായ വിവരങ്ങൾ SMS ആയോ വാട്സാപ്പ് വഴിയോ ജനങ്ങളെ അറിയിച്ചാൽ അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുക്കാൻ അവർക്ക് സാധിക്കും. ഇത് ജനങ്ങളിലെ അമർഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. മറുവശത്ത് ഉപഭോക്താക്കളായ ജനങ്ങൾക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. പീക്ക് അവേഴ്സ് എന്ന് പറയപ്പെടുന്ന വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് അത്യാവശ്യമല്ലാത്ത വലിയ ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. വാഷിംഗ് മെഷീൻ, അയൺ ബോക്സ്, വാട്ടർ പമ്പ് തുടങ്ങിയവയുടെ ഉപയോഗം പകൽ സമയത്തേക്കോ അതിരാവിലെയോ മാറ്റുന്നത് ഗ്രിഡിലെ വലിയൊരു ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ എയർ കണ്ടീഷനുകളുടെ താപനില 24 ഡിഗ്രിയിലോ 26 ഡിഗ്രിയിലോ നിലനിർത്തുന്നതും വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറയ്ക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ വൈദ്യുതി ബോർഡിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വേണം. കാലാവസ്ഥാ വ്യതിയാനം കാരണം വരും വർഷങ്ങളിൽ കേരളത്തിലെ ചൂട് ഇതിലും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. അതിനാൽ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കേവലം ഈ വർഷത്തെ മാത്രം പ്രശ്നമായി കണ്ടാൽ പോരാ. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് വൈദ്യുതി വിതരണ ശൃംഖലയെ ആധുനികവൽക്കരിക്കാനും ഒപ്പം ഊർജ്ജ ഉപഭോഗത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കാനും നാം തയ്യാറാകണം. അല്ലാത്ത പക്ഷം കേരളത്തിന്റെ രാത്രികൾ കൊടും ചൂടിന്റെയും അന്ധകാരത്തിന്റെയും ഭയപ്പെടുത്തുന്ന ഇഴജന്തുക്കളുടെയും പിടിയിൽ തന്നെ തുടരും. ഈ പ്രതിസന്ധി ഭരണകൂടത്തിനും ജനങ്ങൾക്കുമുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നാം നേരിടാൻ പോകുന്നത് ഇതിലും വലിയ ദുരന്തങ്ങളെ ആയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.